രഞ്ജി ട്രോഫിയിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാസർഗോഡിന്റെ അഭിമാന താരം മുഹമ്മദ് അസ്ഹറുദ്ദീന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. തളങ്കര ക്രിക്കറ്റ് ക്ലബ്ബ് TCCയുടെ ആഭിമുഖ്യത്തിലായിരുന്നു വരവേൽപ്പൊരുക്കിയത്. സെമി ഫൈനലിൽ താരത്തിന്റെ സെഞ്ചുറി കേരളത്തിന്റെ ഫൈനൽ പ്രവേശനത്തിൽ നിർണായകമായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം ചരിത്രം മാറ്റിയെഴുതിയപ്പോൾ കാസർഗോഡിനും അഭിമാനിക്കാൻ വകയുണ്ട്. സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസ്ഹറുദ്ദീനാണ് നാടിന്റെ അഭിമാന താരമായത്. മത്സരത്തിന് ശേഷം നാട്ടിലെത്തിയ താരത്തിന് ഗംഭീര വരവേൽപ്പാണ് ഒരുക്കിയത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അസ്ഹറുദ്ദീന് നാടിന്റെ സ്നേഹാദരങ്ങൾ കൈമാറി. കേരളത്തിന്റെ അഭിമാന നേട്ടത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ആഭ്യന്തര ക്രിക്കറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ടു പോകുമെന്നും അസ്ഹറുദ്ദീൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുള്ള ഒരു സീസണായിരുന്നു. നമുക്ക് വൈറ്റ് ബോർഡിൽ മുസ്താഖ് അലി ആണെങ്കിലും വിജയ് ഹസാരെ ആണെങ്കിലും നന്നായി ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായും രഞ്ജി ട്രോഫിയിൽ നമ്മുടെ എക്സിക്യൂഷൻ എല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഫൈനലിൽ കപ്പടിച്ചിട്ടില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ 10 മാച്ച് നമ്മൾ തോക്കാണ്ട് ഒരു ടൂർണമെൻറ്റ് കളിച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് ടീമിൽ 2 ടീമാവാൻ പറ്റിയതിലും ഫൈനലിൽ തോക്കാൻ പറ്റാത്തതും തീർച്ചയായിട്ടും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേരള ക്രിക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വിവിധ അക്കാദമികളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. പുതിയ കായിക താരങ്ങളും ക്രിക്കറ്റിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വ്യക്തി താൽപര്യങ്ങൾക്കുപരി ടീമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുകയുള്ളൂ എന്നും അസ്ഹറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പിൻ പോയിന്റ് ചെയ്ത് പറയല്ല. പക്ഷേ ഇപ്പം കളിക്കുന്ന പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇന്ത്യ കളിക്കണമെന്ന ആഗ്രഹത്തോടുകൂടിയും അതിനനുസരിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഡൊമസ്റ്റിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പ്ലേയേഴ്സിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പം ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യുന്നതിലുപരി ടീമിൻ്റെ അച്ചീവ്മെൻ്റാണ് എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ സെമിയും ഫൈനലും കളിച്ചാൽ മാത്രമേ കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് മേലോട്ടുള്ളൂ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ടീമിനെ എങ്ങനെ ഫൈനലിലേക്ക് എത്തിക്കയില്ലെങ്കിൽ കപ്പടിക്കാന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഡൊമസ്റ്റിക്കിലെ പ്ലേയേഴ്സ് എല്ലാവരും അപ്രോച്ച് ചെയ്യുന്നത്. പ്രദേശവാസികളുടെയും സ്പോർട്സ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. വാഹനങ്ങളുടെ അകമ്പടിയോടെ താരത്തെ സ്വീകരിച്ചു. സെമി ഫൈനലിലെ അസ്ഹറുദ്ദീന്റെ സെഞ്ചുറി കേരളത്തിന്റെ ഫൈനൽ പ്രവേശനത്തിൽ നിർണായകമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.